അത് ഞാൻ ആദ്യം വിചാരിച്ചു പ്രതികരിക്കണ്ട എന്ന് വിചാരിച്ചു. അതൊരു ഓൾറെഡി എനിക്കറിയാം അത് തെറ്റായിട്ടുള്ള ന്യൂസാണ്. അപ്പൊ പിന്നെ ഞാൻ അതിന്റെ പുറകെ പോകണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷെ വീണ്ടും വീണ്ടും എന്നെ അറിയുന്ന ആളുകളും അതുപോലെ തന്നെ അയച്ചു. അപ്പോഴും ഞാൻ വിചാരിച്ചു വേണ്ട എന്ന്. പക്ഷെ പിന്നീട് അതൊരു ലിമിറ്റ് വിട്ടു പോയപ്പോൾ എനിക്ക് തോന്നി അതിന് പ്രതികരിക്കണം എന്ന്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ വീണ്ടും ഞാൻ പറയുന്നു. എനിക്ക് ദുബായിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വില്ലയോ ഗോൾഡൻ വിസയോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. അത് ഫേക്ക് ന്യൂസ് ആണ്. എനിക്ക് ഒരു തരത്തിലുള്ള PR-ഉം ഇല്ല. ഞാൻ പോകുമ്പോൾ, അതായത് നമ്മുടെ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഞാൻ ഒരാൾക്കും കൊടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫോൺ അവിടെ വെക്കുന്നു, ഹൗസിനുള്ളിലേക്ക് കയറുന്നു. പിന്നീട് എൻ്റെ ഒരു പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ എന്നെ സ്നേഹിച്ചു. ആ ആളുകളുടെ സ്നേഹം കിട്ടി. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. നമുക്ക് എന്താ പറയുക, ബിഗ് ബോസിൽ നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വഭാവം കണ്ടിട്ടോ കുറേ ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകളുടെ സ്നേഹം കിട്ടി എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഒരുപാട് ആളുകളുടെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിനെല്ലാം നന്ദി മാത്രമേ ഉള്ളൂ. ഇത്തരം വിമർശനങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാണ്ടിരിക്കുന്നത്? സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തണ്ടേ എന്നുള്ളൊരു ബോധ്യമില്ല. ഒരുപാട് വിമർശനങ്ങൾ, ഒരു തരത്തിലും കഴമ്പില്ലാത്ത വിമർശനങ്ങൾ തീർച്ചയായിട്ടും വന്നുകൊണ്ടിരിക്കും. നമ്മൾ പ്രതികരിക്കേണ്ടതിന് പ്രതികരിച്ചിട്ടുണ്ട്. അല്ലാതെ എല്ലാ കാര്യത്തിനും വെറുതെ പ്രതികരിച്ചിട്ട് അതിങ്ങനെ എന്തിനാ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രതികരിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രതികരണം ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കും ഇനി ഉണ്ടാവുക. ആവശ്യമില്ലാത്ത കഴമ്പില്ലാത്ത കാര്യങ്ങളിൽ ഏറ്റുപിടിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് എല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ബോണ്ടിങ് ഉണ്ട്, അല്ലെങ്കിൽ അവരായിട്ട് സൗഹൃദമാണ്. എനിക്ക് ആരുമായിട്ടും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എന്തിനാണ് ഞാൻ അവരെക്കുറിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടത്? എല്ലാവരുമായിട്ടും നല്ല രീതിയിലുള്ള സൗഹൃദമായിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. ബിഗ് ബോസിന് ശേഷം ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ഷാനവാസ് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരാളെ ഇങ്ങനെ എടുത്തൊന്നും പറയുന്നില്ല. ഇന്നയാള് വിളിച്ചു എന്നൊന്നും പറയുന്നില്ല. നമ്മളുടെ സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം സൗഹൃദങ്ങളാണ്. അത് എല്ലാ കാര്യങ്ങളും നമുക്ക് മീഡിയയോട് പറയാനോ അങ്ങനെ പറ്റില്ല. ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്, ഞാൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഹൃദയത്തിൽ വെച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം എൻ്റെ ഫ്രണ്ട്ഷിപ്പും എന്ന് പറയുന്നത് വളരെ 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 ക്ലോസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിങ്ങനെ മീഡിയക്ക് മുന്നിൽ എക്സ്പോസ് ചെയ്യാനായിട്ട് ഞാൻ സന്തോഷം. കൂടുള്ള ഒരാളുടെ ആദ്യം ഒരു കൈ തരട്ടെ. ഒരു സാധാരണക്കാരെന്ന നിലയിൽ ഇവിടം വരെ എത്തിയിരിക്കണം. ആ ഒരു ഉയർച്ച എങ്ങനെയാണ്? നല്ല സന്തോഷം. ഇപ്പൊ സാധാരണക്കാരനല്ലല്ലോ, സെലിബ്രിറ്റി ആയില്ലേ. ഇനിയിപ്പോ സാധാരണക്കാരെന്ന് പറയണ്ട. ഒരു സെക്കൻഡ് പൊസിഷനിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും 100 days നിന്ന് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഡിസർവിങ് കാൻഡിഡേറ്റ്. അല്ല, നിങ്ങൾക്ക് ലക്ഷ്മിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചു. രക്ഷപ്പെടുണ്ടോ? പറഞ്ഞു. ബിഗ് ബോസ് കഴിഞ്ഞ് ഇനിയിപ്പോ ഇന്നത്തെ ഈ പരിപാടി കൂടെ കഴിഞ്ഞാൽ എന്താണ് ഇനിയിപ്പോ അടുത്ത ഭാവി പ്ലാനൊക്കെ? അത് ഞാൻ നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ഈ അനീഷേട്ടൻ കോടന്നൂർ സ്വീകരണം ഉണ്ടായ വലിയ രീതിയിലുള്ള ജനസാഗരം അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതുവരെ കാണാത്ത, ഇപ്പൊ സീസണിൽ ഏറ്റവും കൂടുതൽ സ്വീകരണം കിട്ടിയിട്ടുള്ളതിൽ ക്രൗഡ് വന്നിട്ടുള്ള അനീഷേട്ടനാണ്. പക്ഷെ അന്ന് കുറെ വാക്കുകൾ മറ്റേ ബിഗ് ബോസിലെ ഡയലോഗൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒരു പരിഹാസ രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് എങ്ങനെ അതിൽ പലരും സ്നേഹിക്കുന്ന പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ആ ഡയലോഗ് തിരിച്ച് പറയരുത്, അങ്ങനെ പറയുന്നത് ഒരു പരിഹാസ രൂപത്തിൽ പോകും. സ്നേഹിക്കുന്ന അനീഷിനോട് സ്നേഹിക്കുന്നവരാണ് പറഞ്ഞില്ലേ, കമന്റ് രൂപത്തിലൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ സ്നേഹിക്കുന്ന ആളുകളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഹൃദയത്തിൽ എടുക്കും. ഇനി മുന്നോട്ട് ആ രീതിയിലുള്ള
മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ നിമിഷം വരെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് 100% ഒരു കാരണവശാലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു, ചിലപ്പോൾ സംഭവിക്കാം, ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം. മനസ്സിലായോ? അപ്പം അത് കാരണം എനിക്ക് കുറച്ച് പ്ലാൻസും അതുപോലെ തന്നെ പദ്ധതികളൊക്കെ ഉണ്ട്. അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു കറക്റ്റ് ടൈമിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും. അല്ല, ഈ ഇതിൽ പരിഹാസമൊക്കെ വരുമ്പോ പേഴ്സണലി എന്തോ തോന്നുന്നത് ഒരു ഫീലിംഗ് എന്താണ്? അതായത് നെഗറ്റീവ് കമന്റ്സ് ഇതൊന്നും അങ്ങനത്തെ ഒന്നും നമ്മൾ നോക്കാറില്ലല്ലേ. അതൊക്കെ ആരും നോക്കുന്നു? അത് ആൾക്കാരുടെ അഭിപ്രായമല്ലേ, കുറച്ചു പേരുടെ അഭിപ്രായം. പ്രീവിയസ് കണ്ടസ്റ്റന്റ് ആയ റോബിനായിട്ടാണ് താരതമ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അപ്പൊ ആ രീതിയിലൊക്കെ നെഗറ്റീവ് കമൻസ് വരുമ്പോൾ അതിന് ഓവറായിട്ട് അത് ഹൃദയത്തിൽ എടുത്ത് ഡിപ്രസ്ഡ് ആവുന്ന ഒരാളെ അല്ല ഞാൻ. കുറച്ച് ആ കാര്യത്തിൽ കുറച്ച് കമ്പോസ്ഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ പിന്നെ നെഗറ്റീവ് കമൻസ് വരുമ്പോഴേക്കും അങ്ങനെ വാടി തളർന്നു പോകുന്ന ഒരാൾ അല്ല അത്. എന്നാൽ പോസിറ്റീവ് കമൻസ് വരുമ്പോഴും അമിതമായിട്ട് സന്തോഷിച്ച് അങ്ങനത്തെ ഒരാളുമല്ല. ഒരു എന്താ പറയുക, ഒരു സാധാരണക്കാരൻ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആണ്. അങ്ങനെ ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. സംടൈംസ് സ്ട്രോങ് ആണ്, സംടൈംസ് സ്ട്രോങ് അല്ല. എന്നാലും രണ്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നലെ നൂറയുടെ ബർത്ത്ഡേ ആയിരുന്നു. വിശ്വാസം എന്തെങ്കിലും ഉറച്ചിട്ടുണ്ടായിരുന്നു? കോൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ പറയട്ടെ, സൗഹൃദം എന്ന് പറയുന്നത് വളരെ പേഴ്സണലായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പേഴ്സണലായിട്ട് വെക്കാനാണ് എനിക്കിഷ്ടം. എല്ലാവരായിട്ടും സൗഹൃദമുണ്ട്, എല്ലാവരായിട്ടും കോണ്ടാക്റ്റ് ഉണ്ട്, എല്ലാവരായിട്ടും കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇല്ല, കണ്ടിട്ടില്ല. ഒന്നും തന്നെ ഞാൻ കണ്ടിട്ടില്ല. കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതേവരെ ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ ചിലപ്പോൾ തോന്നും കാണണമെന്ന്, ചിലപ്പോൾ തോന്നും കാണണ്ടാന്ന്. അങ്ങനെ ഒരു മിക്സഡ് ഇമോഷൻസ് ആണ്. എന്തുകൊണ്ട് കാണുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പ്ലേസ്, ആ ഒരു ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഇഷ്ടമുള്ള ഒരു സ്ഥലമായിരുന്നു. ഓരോ നിമിഷവും ഞാൻ അവിടെ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കുക തന്നെയായിരുന്നു. എനിക്ക് അത്രമാത്രം ഇഷ്ടമായിരുന്നു എൻ്റെ ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞ്. ദിവസങ്ങൾ കഴിയരുത് ദിവസം ആ ഒരു കാലത്ത് എണീക്കുമ്പോൾ രാത്രി ആവരുത് എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. 10 ലക്ഷം എന്ന് പറയുന്നത് ഒരു വലിയ എമൗണ്ടാണ്. അപ്പോൾ എന്നെപ്പോലുള്ള ഒരാൾക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് തന്ന റോയ് സാറിനും കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനും ഒക്കെയുള്ള നന്ദി എത്രമാത്രം പറഞ്ഞാലും അത് എനിക്കുള്ള സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ആദ്യത്തെ കാര്യം തന്നെയാണ് എനിക്ക് റോയ് സാറിനെ ഞാൻ കാണാൻ പോകുന്നത്. എന്നെപ്പോലെയുള്ള ഒരു സാധാരണക്കാരനെ ഇങ്ങനെ പിടിച്ചുയർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. അതുകൂടാണ്ട് എന്നെ ഇൻവൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പരമൊരു സന്തോഷം എനിക്ക് കിട്ടാനില്ല. അതൊരു വലിയൊരു സംഭവമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഒരു തൃശ്ശൂർ ജില്ലയിലെ കോടന്നൂർ പോലുള്ള ഒരു സാധാരണ ഗ്രാമത്തിലുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള എന്നെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു, ഇന്ന് തന്നെ എനിക്ക് ചെക്ക് തരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ് തീർച്ചയായിട്ടും. ഇതിന് മുന്നേ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരാളും തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ തിരിച്ചറിയുന്നു, സ്നേഹം പങ്കുവയ്ക്കുന്നു. അതൊക്കെ ഒരു മഹാ ഭാഗ്യമായിട്ട് കരുതാണ്. എന്നെപ്പോലുള്ള ഒരു സാധാരണക്കാരന് സന്തോഷിക്കാൻ ഇതിനപ്പുറം എന്ത് വേണം? അതിന് ഇപ്പം പറയില്ലേ നമ്മൾ എന്താ പറയുക, കേക്കിൻ്റെ മുകളിൽ ഐസ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ റോയ് സാറിനെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു സാധാരണക്കാരൻ എന്നെ എന്നെ വിളിച്ച് 10 ലക്ഷത്തിൻ്റെ ഒരു എമൗണ്ട് തരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പരം ഒരു സന്തോഷം കിട്ടാനില്ല.